ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 14 നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈ കുരിശ് എന്ന് പറയുന്ന എപ്പോഴും വേദനകൾ നിറഞ്ഞതാണ്. എപ്പോഴും കുരിശിനൊരു വേദനയുടെ മുഖമാണ് പറയുവാനുള്ളത്. വേദനകളുടെ, കഷ്ടപ്പാടുകളുടെ, ആകുലതകളുടെ, സങ്കടങ്ങളുടെ, പ്രയാസങ്ങളുടെ, ഒറ്റപ്പെടലുകളുടെയൊക്കെ സങ്കടമാണ് ഈ കുരിശിന് നമ്മളോട് എപ്പോഴും പറയുവാനുള്ളത്. മറ്റൊന്നും കുരിശ് നമ്മളോട് സംസാരിക്കാറില്ല. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് പിതാവ് തൻ്റെ പുത്രൻ മരിക്കുന്ന രംഗമാണ് നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടെത്തുക. അപ്പോൾ ഈ കുരിശ് എപ്പോഴും വേദന നിറഞ്ഞതാണ്. പക്ഷേ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ കുരിശിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. കാരണം ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക വേദനകളുടെ കുരിശിനെ കുറിച്ചല്ല, പക്ഷേ എങ്ങനെ കുരിശുകളെ സ്വീകരിക്കാമെന്നാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക. അതായത് വേദനകൾക്കപ്പുറം കുരിശ് നമുക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസത്തെയാണ് ക്രിസ്തു നമുക്ക് പറഞ്ഞു തരിക. എപ്രകാരം കുരിശിനെ സ്വീകരിച്ച് ഞാൻ ജീവിക്കണമെന്നാണ്. കാരണം ക്രിസ്തു തൻ്റെ അവസാനം പിതാവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കുരിശിൽ കടന്നുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും, തൻ്റെ എല്ലാ സ്വപ്നങ്ങളും, തൻ്റെ എല്ലാ പ്രതീക്ഷകളും മാറ്റിവെച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തിനും, പിതാവിൻ്റെ ആഗ്രഹത്തിനും, പിതാവിൻ്റെ സ്വപ്നത്തിനും, പിതാവിന് വേണ്ടി ജീവിച്ച ഒരു പുത്രൻ അവസാനം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്കുകൾ കുറിക്കുക ഇതാണ്: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. മറ്റൊന്നുമില്ല മനുഷ്യന് പറയുവാൻ. അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് തൻ്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുക എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരികയും അവരോട് ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വെളിപാടിന് ശേഷം, ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അവർ ക്രിസ്തുവിനെ തിരിച്ചറിയുകയാണ്. ക്രിസ്തു ആര് എന്ന് തിരിച്ചറിയുകയാണ്. കുർബാനയിലൂടെ അവർ അനുഭവിക്കുകയാണ്. ഓരോ ബലിയർപ്പണത്തിലും നമ്മൾ ആഘോഷിക്കുന്ന ഒരു കാര്യം ക്രിസ്തുവിൻ്റെ ജനന, മരണ, ഉദ്ധാനമാണ്. അവിടെയും നമ്മൾ ഈ കുരിശിനെ കുറിച്ച് ധ്യാനിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ AD 326 ഹെലേന രാജകുമാരിയാണ് തൻ്റെ ജീവിതത്തിലൂടെ ഈ കുരിശിൻ്റെ സാന്നിധ്യം കണ്ടെത്തുക. കുരിശിൽ ഒരു നാമങ്ങളോ ഒന്നുമില്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ താൻ ചെയ്തത് ഇപ്രകാരമാണ്: ആ വേദന നിറഞ്ഞ അല്ലെങ്കിൽ മാറാരോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കൊണ്ട് തൊടിയിച്ച് അവർക്ക് സൗഖ്യം കിട്ടി. ആ സൗഖ്യത്തിലൂടെയാണ് കുരിശിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, ഈ കുരിശ് എപ്പോഴും ഒരു സാന്ത്വനത്തിൻ്റെയും ഒരു സങ്കടത്തിൻ്റെയും വേദനകളുടെയും അപ്പുറമായിട്ട് മനുഷ്യനെ സ്വാന്തനിപ്പിച്ച് അവനെ ചേർത്ത് നിർത്തി അവനെ കൂടെ നിർത്തുന്ന ഒന്നാണ് കുരിശ്. അതെപ്പോഴും മനുഷ്യനെ താങ്ങായി തണലായി നിൽക്കുന്ന ഒന്നാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല കുരിശ്, മറിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കുരിശ്. ആ കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കുരിശിനെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഈ കുരിശിനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതോ പഴി പറഞ്ഞും കുറ്റപ്പെടുത്തിയും വേദനകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നും ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയൊക്കെയോ പഴിച്ച് നമ്മൾ കടന്നു പോകാറുണ്ടോ? അതിനപ്പുറമായിട്ട് കുരിശിനെ സ്നേഹിക്കുവാനും, കുരിശിൽ നമ്മുടെ അഭയമാകുവാനും, കുരിശിൽ നമുക്ക് സാന്ത്വനമാകുവാനും, കുരിശിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ അതാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാര്യവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുരിശ് എനിക്കൊരു സാന്ത്വനമാകണം, കുരിശ് എനിക്കൊരു ആശ്രയമാകണം, കുരിശ് എനിക്കൊരു ബലമാകണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും നടുവിലും എനിക്ക് ഓടിച്ചെല്ലുവാനും ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അനുഭവിക്കുവാനുമുള്ള ഒരു ഇടമായി മാറണം എനിക്ക് കുരിശ്. അതാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അതിനായുള്ള കൃപ തമ്പുരാൻ നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.